ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കൊച്ചി കോർപ്പറേഷനിലെ 2020 സ്ഥാനാർത്ഥികളുടെ സംഗമം സംഘടിപ്പിച്ചു. 2020 ഭരണമേൽപ്പിച്ചാൽ അഴിമതി പൂർണ്ണമായും ഇല്ലാതാകുമെന്നും കൊച്ചിക്ക് എന്താണ് വേണ്ടതെന്ന് രാജ്യാന്തര ഏജൻസിയെ കൊണ്ട് പഠനം നടത്തി നടപ്പിലാക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് സാബു എം ജേക്കബ് പറഞ്ഞു. അതിന് 1000 കോടിയോ 25,000 കോടിയോ ചെലവ് വന്നാലും പ്രശ്നമില്ല. അത്രയും തുക ഇവിടെ കൊണ്ടുവരാൻ കഴിവുള്ള നേതാവാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കട്ടും മോഷ്ടിച്ചുമല്ല, നേരായ വഴിയിലൂടെ മാത്രമേ കൊണ്ടുവരൂ. ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളെക്കാൾ 10 ഇരട്ടിയും 100 ഇരട്ടിയും നാടിനു വേണ്ടി ചെയ്യാൻ 2020 കഴിയുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നമുക്കറിയാം, കൊച്ചി കോർപ്പറേഷനിൽ മാറി മാറി ഭരിച്ച മുന്നണികൾ ഈ കോർപ്പറേഷനെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തനത് വരുമാനമുള്ള, പ്ലാൻ ഫണ്ടുള്ള, കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ കോർപ്പറേഷൻ എത്രമാത്രം വികസന മുരടിപ്പാണ് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ കൊച്ചിക്കാരും ഇപ്പോൾ 2020 പാർട്ടിയെ കാണുന്നത് ഒരു പ്രതീക്ഷയോടെയാണ്. അവർക്ക് വേണ്ടി മുന്നിൽ നിന്ന് നയിക്കാൻ, ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ച കൊച്ചിയിലെ നല്ലവരായ ജനത, പ്രബുദ്ധരായ വോട്ടർമാർ ഒരു മാറ്റത്തിന് ആഗ്രഹിച്ചപ്പോൾ 2020 പാർട്ടി ആ ദൗത്യം ഏറ്റെടുത്ത് ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നപ്പോൾ ഏറ്റവും അധികം പ്രതീക്ഷയിലൂടെ കൊച്ചി കോർപ്പറേഷനിൽ മത്സരിക്കുന്ന 2020 സ്ഥാനാർത്ഥികളുടെ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സാബു എം ജേക്കബ്. ഉപാധ്യക്ഷൻ വി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. കൊച്ചി നിയോജക മണ്ഡലം പ്രസിഡന്റ് ടെനി തോമസ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം ചാർലി പോൾ, ജില്ലാ കോർഡിനേറ്റർ ലീന സുഭാഷ്, എറണാകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസ് പ്ലാക്കൽ എന്നിവർ പ്രസംഗിച്ചു. സാധാരണ ഒരു മനുഷ്യന് ഈ വേദിയിലേക്ക് കടന്നു വരുന്ന രീതിയിൽ മാത്രമേ എന്നെയും നിങ്ങൾ കാണാമോ, ഈ പാർട്ടിയിലെ ഏതൊരു നേതാക്കന്മാരെയും കാണാമോ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഒട്ടനവധി ചെറിയ ചെറിയ മീറ്റിങ്ങുകളിൽ കിഴക്കമ്പലം ഭാഗത്ത് പങ്കെടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ സ്നേഹം കൊണ്ടും സന്തോഷം കൊണ്ടും എന്നെ പരിചയമുള്ള ആളുകൾ തന്നെ അറിയാതെ എഴുന്നേൽക്കും. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.